വയനാട്ടിലുള്ള നഗരവനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാനന്തവാടിയിൽ ആണ്. നമുക്ക് മുമ്പോട്ട് പോകാം. ഗൈസ്, ഇവിടെ നിറച്ച് ആയുർവേദത്തിനുള്ള ഈ മരുന്നുകളും ചെടികളും നിറച്ചുണ്ട്. നമുക്ക് നല്ല നല്ലൊരു പീസാണ്. നമുക്ക് സ്ട്രെസ് ഉള്ളവർക്കാണ് രാവിലത്തേക്ക് അവിടെ അറേഞ്ച് ചെയ്ത് തന്നാൽ മതി. ഇത് ഊഞ്ഞാലാണ്, കണ്ടപ്പുറത്തില്ല. പക്ഷേ നോക്കട്ടെ, എന്തായാലും അറേഞ്ച് ചെയ്യാം. നോക്കട്ടെ കണ്ടാ ഗൈസ്, അറേഞ്ച് ചെയ്ത് തരാം. എന്തായാലും നാളെ രാവിലത്തേക്ക് അറേഞ്ച് ചെയ്യും. കൊച്ചുകുട്ടികളാണെങ്കിൽ അവർക്കൊരു നല്ല രസമാണ്. എല്ലാവരും ഇവിടെ വരിക, കാണുക. നമുക്ക് ഇത് മുമ്പോട്ട് പോവാം. ഇതിലെ കൂടെ നമുക്ക് ഒന്ന് നടക്കാം. കണ്ടോ, ഇതെന്റെ അച്ഛനാണ്, പ്രമോദ്. ആയങ്ങോട്ടാണ് നമുക്ക് ഭീകരമായ ഒരു മരമാണ് വീണ് കിടക്കുന്നത്. ബ്ലോഗർ മുന്നേ വെക്കട്ടെ. താഴെ വീണ ഞാൻ ഉത്തരവാദിയല്ല ബ്ലോഗറെ. അത്യാവശ്യം ഞാൻ ചാരി നിൽക്കാം. അത്യാവശ്യം ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നല്ല രസമാണ്. ഇത് പാമ്പാണ്, ഒറിജിനല്ല. അല്ല, പലതരം പാമ്പുകൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കുകയാണ്. വയനാട്ടിൽ കൊണ്ടുവരുന്ന പാമ്പുകൾ എന്തൊക്കെയാണ്. അതിവിടെ വേറെ ചെയ്യാനുണ്ട്. അത് കൊച്ചുകുട്ടികൾക്കാണ് തോന്നുന്നു. നമുക്കൊന്ന് ഇപ്പൊ നല്ല രസമാണ്. വനത്തിനിടയ്ക്കൂടെയുള്ള വഴിത്താരകള് നമുക്ക് പതിയെ നടന്നു പോകുമ്പോൾ അതിന്റെ പ്രകൃതി സ്നേഹികൾക്ക് വളരെ ഇഷ്ടപ്പെടും. സുഖം വേറെ ലെവലാണ്. നല്ല കാറ്റ്, മരങ്ങള് ഇതെല്ലാം കാണുമ്പോൾ എന്താ പോലെ നല്ല സുഖം പോകും. ഇതിനകത്തോട്ട് കയറാൻ പ്രവേശനമില്ല. അല്ല, ഇതിനകത്തോട്ട് കയറില്ല. ഇവിടെ നിറച്ച് മീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഓർമ്മ കണ്ടായിരുന്നു. അതുകൊണ്ട് കൊണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു പാമ്പ് ഇങ്ങനെ കിടക്കുന്ന നോട്ടുണ്ട്. നിറച്ച് മീനുണ്ട്. അതുകൊണ്ട് ആ കിടക്കുന്ന മീനാണ്. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ച് അതിന് കടന്നോടുന്ന മീനുകളാണ്. നല്ല സുഖമാണ്. പക്ഷെ ഇതിന് അകത്തോട്ട് പോകാൻ നമുക്കാർക്കും അനുവാദമില്ല. എല്ലാ സ്ഥലത്തും ഉണ്ടാക്കി വെച്ച രാജവെമ്പാല മാത്രമാണ്.
ഇത് മരത്തിൻ്റെ മണ്ടയിൽ കയറിയായിരുന്നു മേളിൽ. മരത്തിൽ എല്ലാ മരത്തിലും ഇത് കയറുന്നത് എന്തൊക്കെ മരമാണെന്ന് നമുക്കറിയാം. ചേരി മരത്തിൽ ആണോന്ന് അറിയത്തില്ലെങ്കിൽ പോരെ, പൊള്ളുന്നതും ഒക്കെ ഉണ്ട്. ചില പൊള്ളുന്ന മരങ്ങളുണ്ട് guys. നല്ലതാണ്. ഞാൻ ഇത് വായിച്ചു കേൾക്കാം. വനത്തെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞങ്ങള ഓരോ ഭാഗങ്ങളാണ്. ഫോറസ്റ്റ് ഫോർ വാട്ടർ. വനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ലഭിക്കും. വനങ്ങളുണ്ടെങ്കിലേ നമുക്ക് വെള്ളം ലഭിക്കൂ. നേർത്തട്ടെ ഇവിടെ ക്യാമറ ഉണ്ട്. ആ ഇവിടെ ക്യാമറ ഉണ്ട്, എല്ലാവരും സൂക്ഷിക്കുക. ക്യാമറ അലേർട്ട്. ആ അതെ. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 എല്ലാവരും കാണുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇത് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോ. എന്നിട്ട് ക്യാമറമാൻ എല്ലാവരുടെയും കൂടെ ഞാൻ